ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു പോർച്ചുഗീസ് താരമായ ജാവോ കാൻസലോയെ FC ബാഴ്സലോണ തിരിച്ചെത്തിച്ചത്. അൽ ഹിലാലിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഈ കാലാവധി പൂർത്തിയായതോടുകൂടി അദ്ദേഹത്തിന് അൽ ഹിലാലിലേക്ക് മടങ്ങേണ്ടി വരികയാണ്. പക്ഷേ സൗദിയിലേക്ക് തിരികെ പോവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. FC ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മുണ്ടോ ഡിപ്പോർട്ടീവോ നൽകിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ FC ബാഴ്സലോണ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെർമനന്റ് ട്രാൻസ്ഫറിൽ ഇദ്ദേഹത്തെ നിലനിർത്താനാണ് ബാഴ്സക്ക് താല്പര്യം. മാത്രമല്ല ആദ്യം 15 മില്യൺ യൂറോയായിരുന്നു അൽ ഹിലാൽ ഇദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. അത് കുറക്കാൻ അവരിപ്പോൾ തയ്യാറായിട്ടുണ്ട്. 10 മില്യൺ യൂറോക്ക് താരത്തെ ലഭിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാൻസലോ ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല പേ കട്ട് എടുക്കാൻ അഥവാ സാലറി കട്ട് എടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. സാലറി കുറക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ബാഴ്സലോണയിൽ തുടരുക എന്നുള്ളതാണ് കാൻസലോയുടെ ലക്ഷ്യം. അൽ ഹിലാലിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 10 മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ ബാഴ്സലോണക്ക് സാധിക്കും. അത് അവർ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലാലിഗയിൽ 16 മത്സരങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടി കാൻസലോ കളിച്ചിട്ടുണ്ട്. 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫ്ലിക്കിന് ഈ താരത്തിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിലനിർത്താൻ ബാഴ്സ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.